എടാ, ആടാ. ഒന്നും പറയണ്ട, ഇന്ന് ഭയങ്കര അസ്വസ്ഥത. എന്താടാ? ഇന്നലെ രാത്രി ഈ ചക്കക്കുരു ചുട്ടു നിന്നായിരുന്നു. ഈ ചക്കക്കുരുലൊക്കെ ആരടുത്തും ഗ്യാസ് കുത്തിക്കിട്ടിരിക്കണം തേങ്ങാക്കൊല. നിങ്ങളെന്നൊന്നും പറയല്ലേടാ. ഈ ചക്കക്കുരുവിന്റെ ഉള്ളിൽ ഗ്യാസ് കയറ്റി വെച്ചതിന്റെ പിന്നിൽ ഒരു വാത്സല്യം നിറഞ്ഞ കഥയുണ്ട്. അതുകൊണ്ട് നീ പാങ്ങളെ കുറ്റം പറയല്ലേ. അതെന്ത് കഥകളാ? എടാ, ഈ ഒരു പ്ലാവ് ഉണ്ടാവുന്ന സമയത്ത് പ്ലാവിന്റെ മക്കളായിരിക്കും ഈ ചക്ക. ഈ ചക്കയുടെ മക്കളായിരിക്കും ഈ ചക്കക്കുരു. അതായത് ഈ ചക്കക്കുരുവിന്റെ മുത്തശ്ശൻ അല്ലേ ഈ പ്ലാവ്. അതെ. ഈ പ്ലാവപ്പന്റെ മക്കളായ ചക്കകളെക്കാളും കൂടുതൽ ഇഷ്ടം ഈ ചക്കക്കുരു മക്കളെയാണ്. അതായത് ഈ ചക്കക്കുരു വളർന്നു വന്നിട്ടാണല്ലോ പ്ലാവപ്പനാവണത്. ചക്കക്കുരിക്കലും പ്ലാവിന്റെ പാരമ്പര്യം നിലനിർത്താൻ പറ്റത്തില്ലല്ലോ. അതിന് ചക്കക്കുരു തന്നെ വേണം. അതായത് പേരക്കുട്ടികൾ തന്നെ വേണം. പ്ലാവപ്പന് ചക്കകളെ നമുക്ക് സുലഭമായിട്ട് കാണാൻ പറ്റും, വേഗം ഉണ്ടാവണോണ്ടിട്ട് കാണാൻ പറ്റും. ചക്കക്കുരു മക്കളെ കാണാനായിട്ട് പ്ലാവപ്പന് അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ചക്കക്കുരു മക്കളെ കാണാനായിട്ട് നമ്മുടെ പ്ലാവപ്പൻ ഭയങ്കര കാത്തിരിപ്പാണ്. പ്ലാവപ്പൻ ചക്കക്കുരു മക്കൾക്ക് ഒരു പേരിടാൻ വെച്ചിട്ടുണ്ട്. അത് പുറത്തോട്ട് വന്നിട്ട് വേണം നമ്മുടെ പുളുസു മക്കൾക്ക് ഒരു പേരിട്ട് കൊടുക്കാനെന്നും പറഞ്ഞ ഒരു പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അമിട്ടേഷ്. അമിട്ടേഷ് കുരു എന്നായിരുന്നു ശരിക്കും നമ്മുടെ ഇടാനിരുന്ന പേര്. ഇല്ല, അമിട്ടേഷ് കുരു എന്നായിരുന്നു നമ്മുടെ പ്ലാവപ്പൻ ഇടാൻ കണ്ടുവച്ചിരുന്ന പേര്. അങ്ങനെയൊക്കെ പോണ സമയത്ത് നമ്മുടെ പ്ലാവപ്പൻ വാത്സല്യം തുളുമ്പണ ഒരു പാട്ട് നമ്മുടെ ഈ ചക്കക്കുരു മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ പാടിക്കൊടുക്കണ്ട. വാത്സല്യം തുളുമ്പണ വരികളാണ്. ചിലപ്പോൾ സങ്കടമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു കർച്ചീഫൊക്കെ എടുത്ത് വെച്ചേക്ക് കണ്ണീര് കൊടുക്കാൻ. പാട്ടിലോട്ട് പോവാം. ചക്കക്കുരുവേ, നിന്നെ കാണാനായി പ്ലാവപ്പൻ ഉറങ്ങാതെ ഉണർന്നോണ്ട് ഇരിക്കും ഡെയിലി. ചക്കേന്ന് നീ മെല്ലെ പുറത്തോട്ട് പോകുമ്പോൾ പടക്കത്തെ വെല്ലുന്ന അമിട്ടാവണം. വയറിലെത്തുമ്പോൾ അവിടെ ഗ്യാസായി മാറണം. പിന്നെ ഗുളുഗുളു ആക്കേണം. പിന്നെ പൊട്ടാൻ തുടങ്ങണം. പിന്നെ മെല്ലെ മെല്ലെ പുറത്തേക്ക് പോകണം. അമിട്ടേഷ് കുരുവേ, വേഗം വാടാ. ചക്കേന്ന് നീ മെല്ലെ വെളിയിൽ വാടാ. പ്ലാവപ്പനെ പോലെ നീ വളർന്ന് വാ. ചെറിയോരോ ഗുണ്ടായി നീ പൊട്ടി വാടാ. എനിക്കിപ്പോ ശരിക്കും പൊട്ടുണ്ട്. പൊട്ടല്ലേ പൊട്ടൽ. ഈ വാത്സല്യം തുളുമ്പണ പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ അമിട്ടേഷ് കുരുക്കളെ കാത്തിരിക്കണം നമ്മുടെ പ്ലാവപ്പന്. അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കണേ, ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കണേ. അവക്ക് അതിങ്ങണ്ട. അപ്പൊ അങ്ങനെ നമ്മുടെ പ്ലാവപ്പൻ അമിട്ടേഷ് മക്കളെ കാത്തിരിക്കണ സമയത്തായിരിക്കും അമിട്ടേഷ് മക്കൾ പുറത്തോട്ട് വരാൻ സമയമായി. അതായത് ചക്ക പഴുക്കണ സമയത്ത് ആളുകൾ വന്നിട്ട് നമ്മുടെ ഈ ചക്കയപ്പൊടി വെട്ടിക്കൊണ്ട് പോണേ. അപ്പൊ പിന്നെ എങ്ങനെ നമ്മുടെ അമിട്ടേഷ് മക്കളെ കാണാൻ പറ്റും? പാവം പ്ലാവപ്പനാകെ തകർന്നു പോയി. എന്നിട്ട് നീ ഒരു അമിട്ടേഷായി മാറിയനെ. ഈ അപ്പാപ്പനെ കാണിക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ചക്കമ്മയും പോണത്. ചക്കനെ വെട്ടിപ്പൊളിച്ച് ചക്കക്കുരു മക്കളെ പുറത്തോട്ട് വരണ സമയത്ത് ഇതേപോലെ ചക്കമ്മ പറഞ്ഞു കൊടുക്കും, മക്കളെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്നത് പ്ലാവപ്പനായിരുന്നു. നിങ്ങൾ ഉണ്ടാവണ സമയം തൊട്ട് പുറത്തോട്ട് വരാനാവണ സമയം വരെ പ്ലാവപ്പനവിടെ ഉറങ്ങാതെ ഉണർന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണായിരുന്നു. പ്ലാവപ്പനിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അകറ്റി ഈ മനുഷ്യന്മാര്. അപ്പൊ മനുഷ്യന്മാർക്ക് ഒരു പ്രതികാരം നിങ്ങൾ ചെയ്തേ മതിയാവും. നിങ്ങൾ പുറത്തോട്ട് വന്നിട്ട് പൊട്ടിത്തെറി പിള്ളേരാവണമെന്ന്. കാരണം നിങ്ങൾ പൊട്ടിത്തെറിച്ച് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലാവപ്പനി. നിങ്ങൾക്ക് പേരൊക്കെ ഇടാൻ വെച്ചിരുന്നു അമിട്ടേഷ് എന്ന്. ആ 28 ചടങ്ങ് പോലും നടത്താൻ മനുഷ്യന്മാര് സമ്മതിച്ചില്ലെന്ന് പറയുന്നതാണ് ഈ ചക്കമ്മ. എക്സാക്ട്ലി. ഒരു പേരില്ലാത്ത മക്കളായിട്ട് നിങ്ങൾ വളരാൻ കാരണം ഈ മനുഷ്യന്മാരാണെന്ന് പറയുന്നത്. അപ്പൊ ആ വിഷമത്തിൽ ഈ ചക്കമ്മ പറയും, മക്കളെ, ഇവരെ വെറുതെ വിടരുത്. മുത്തച്ഛന്റെ ആഗ്രഹപ്രകാരം പൊട്ടിത്തെറി പിള്ളേരായിട്ട് മാറണം. നിങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് പുറത്തോട്ട് വായുവായിട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ മുത്തച്ഛൻ അറിയണം നിങ്ങൾ പണി തുടങ്ങിയെന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രതികാരദാഹിയായി പിള്ളേര്. അപ്പൊ അതിനുശേഷം പിന്നെ ഇതേപോലെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മിക്കവർക്കും പണി കിട്ടും. കിട്ടണ പണി എന്താണെന്ന് ഞാനൊരു പാട്ടിന്റെ രൂപത്തിൽ നിനക്ക് പാടിത്തരാം. എന്റെ പൊട്ടിത്തെറി പാട്ട് ചക്കക്കുരു പിള്ളേർക്ക് വേണ്ടിയിട്ട്. ആ പാട്ടിലോട്ട് പോവാം. ചക്കക്കുരു വയറിൽ ചെന്നാൽ പിന്നെ പണിയാ. നോക്കിയില്ലേൽ പടക്കം പോലെ മൂട്ടിൽ പൊട്ടും താളം. ചക്കക്കുരുവില്ലുണ്ട് ചെറിയ ബോംബ്. ഉള്ളിൽ ചെന്നാൽ പൊട്ടും ചെറിയ ബോംബ്. ഗ്യാസ് വന്ന് പൊട്ടും മൂട്ടിൽ ബോംബ്. പല താളത്തിൽ പൊട്ടും മൂട്ടിൽ ബോംബ്. ചെറിയ കുരുവ, ചക്കക്കുരുവ, തിന്ന് കഴിഞ്ഞുള്ള നേരം ഉള്ളിൽ ഗുളുഗുളുവ. വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് കേറി നിറയും. ഗ്യാസ് എല്ലാം എക്സിറ്റ് നോക്കി പോകും.
ചക്കക്കുരു വയറിൽ ചെന്നാൽ പിന്നെ പണിയാ, നോക്കിയില്ലേൽ പടക്കം പോലെ മൂട്ടിൽ പൊട്ടും താളം. ചക്കക്കുരു വയറിൽ ചെന്നാൽ പിന്നെ പണിയാ, നോക്കിയില്ലേൽ പടക്കം പോലെ മൂട്ടിൽ പൊട്ടും താളം. പൊട്ടി 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 ഗ്യാസ് പൊട്ടി, പൊട്ടി 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 അമിട്ട് പൊട്ടി, പൊട്ടി 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 പൂത്തിരി പൊട്ടി, പൊട്ടി 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 മൂട്ടിൽ പൊട്ടി, പൊട്ടി 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 അമിട്ട് പൊട്ടി, പൊട്ടി 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 ഗ്യാസ് പൊട്ടി, പൊട്ടി 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 പൂത്തിരി പൊട്ടി, പൊട്ടി 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 മൂട്ടിൽ പൊട്ടി. ഇതിന്റെ പാട്ട് കേട്ടാന്ന് ഇന്നാക്റ്റീവ് ആയിട്ട് കിടന്ന സാധനങ്ങളൊക്കെ ഇപ്പില്ലേ പൊട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ. പാവങ്ങൾ പ്രതികാരദാഹിയാണ്. ഇവരെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞ് ഇവര് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? ഇല്ലല്ലോ. ഇവരെ നമ്മ കഴിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാക്കണത്. ഇതേപോലെ ഇനി ആരും ചക്കക്കുരു മക്കളെ അധിക്ഷേപിക്കരുത് പാവങ്ങള്. ഇതാണ് എന്റെ ചക്കക്കുരുവിൽ എങ്ങനെ ഗ്യാസ് വന്നു എന്നുള്ളതിന്റെ കഥയും പാട്ടും.